നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ എഴുതിയേക്കുക, 30 ഡേയ്സ് കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ചുറ്റും ഉള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടും. സംതിങ് ഹാപ്പണിങ്, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അത് നിങ്ങളിപ്പം ഹൈ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ കോണ്ടൻറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടുമ്പം നിങ്ങളുടെ കോമ്പറ്റീറ്റർ പാനിക്കാവും. ഫസ്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, സൂരജ് എന്താ ചെയ്യുന്നത് നോക്കും. സൂരജിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, സൂരജ് എന്താ ചെയ്യുന്നത്, സൂരജ് മാർക്കറ്റിൽ കാണാൻ പോലില്ലല്ലോ, മുമ്പ് കാണാൻ പോലും കിട്ടുന്നില്ല. ലത്തീഫ് ആദ്യമൊക്കെ വലിയ വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പം പോയി വെടി തീർന്ന്. ഷൗക്കത്ത് 4 എണ്ണമൊക്കെ ചെയ്ത് അവനൊക്കെ പൂട്ടിപ്പോയി, അവനൊക്കെ അത്രേ കപ്പാസിറ്റി ഉള്ളൂ. ഷാനിപ്പോൾ തുടങ്ങണമെന്ന് വിചാരിച്ചല്ലോ, ഒന്നും കണ്ടിട്ടില്ലല്ലോ. സുഹേൽ റിയൽ എസ്റ്റേറ്റ്, ഇവരൊക്കെ അത്രയേ ഉള്ളൂ. ഇത് പറയാൻ ആൾക്കാരുണ്ടാവും. നേരെ കുറച്ച് നിങ്ങൾ ചെയ്താലോ, അവരെ തോട്ട് പ്രോസസ് എന്താ പോവുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് എന്തോ ഒരു സംഭവങ്ങളുണ്ട് കേട്ടോ, ഇവർക്ക് എവിടുന്നോ ഫണ്ട് ഉണ്ട്, ഇവർക്ക് റിസർവ് ഉണ്ട്. കാരണം റിസർവ് ഇല്ലാത്തവന് ഓട്ടോമാറ്റിക്കലി അവൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ അടുത്ത് ഫണ്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റേഴ്സ് വേണം അല്ലേ, എല്ലാ ബിസിനസ്സിലും ഇൻവെസ്റ്റേഴ്സ് വേണ്ടി വരും. ഈ ഇൻവെസ്റ്റർക്ക് എന്താ ചിന്തിക്കുക, ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ ഓൻ പൊരുതി നിന്നിട്ടുണ്ടെങ്കിൽ ഓൻ കപ്പാസിറ്റി ഉള്ളവനാ, കപ്പബിലിറ്റി ഉണ്ട്. ഇവർ അന്ന് ലൈവാണ്, ഇന്ന് ലൈവാണ്. ഇപ്പോഴും റിസ്വാൻ സാജൻ കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്, റിയൽ എസ്റ്റേറ്റ് എന്ത് സംഭവിച്ചു, ആൾക്കാരൊക്കെ പലർക്കും പലതും സംഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രൊജക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആൾക്കാർ വരുന്നുണ്ട്, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓൾറെഡി ബാക്കിയുള്ളതെല്ലാം പാനിക്കായി നിൽക്കുന്ന ആൾക്കാർ പുള്ളിൻ്റെ അടുത്ത് ഒരു ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം പുള്ളിനെയാണ് കാണുന്നതാണ് ആൾക്കാർ വിശ്വസിക്കുള്ളൂ. ആൾക്കാർ വിശ്വസിച്ചാലാണ് കച്ചവടം നടക്കുകയുള്ളൂ. ഇനി ഈ സിറ്റുവേഷന് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഷാനിബ് ഖാൻ്റെ കേസിൽ ഇപ്പോൾ ആൾക്കാർ കാറ് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും ഷാനിബ് ഖാക്ക് കാറ് വാങ്ങാൻ പറ്റുമായിരുന്നു. ഷാനിബ് ഖാക്ക് കാറ് വാങ്ങണമെങ്കിൽ ആൾക്കാർ കാർ ഇട്ടച്ച് പോകുമ്പം ഇങ്ങോട്ട് വാ, ഇതിന് പിന്നെ 30,000 പറഞ്ഞതിൽ 15,000 ഇപ്പം ക്യാഷ് അക്കൗണ്ടിൽ ഇട്ട് തരുന്നോ, വേറെ ഡയലോഗൊന്നും അടിക്കേണ്ട, ആ ആറ്റിറ്റ്യൂഡിൽ സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ റിസർവ് ഫണ്ട് വേണമായിരുന്നു. ഈ ഫണ്ട് ഇല്ലെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടുത്തെ ഒരുപാട് മില്യനേഴ്സിനെ ബിസിനസ്സുകാരെ സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇങ്ങനെ ചോദിക്കുവരോട് വലിയ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ പേഴ്സണലി ഇരുന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ വണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഇതിന് വലിയ സ്ട്രാറ്റജി എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഏറ്റവും വലിയ സ്ട്രാറ്റജി ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഈ ഒരു ആത്മവിശ്വാസം എന്നോട് പറയുന്നത് ചെക്ക് ലീഫായിട്ട് പോയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങളത് ഉണ്ടത് കുറേ കോൺഫിഡൻസ്, കുറേ ചെക്ക് എഴുതി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത്ര മില്യൺ ചെക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എന്താണ് പറയുക, അത് നമ്മളൊക്കെ ഭാഷ പറയാം കഥകെട്ട ധൈര്യം എന്ന് പറയാം. അങ്ങനെ കഥകെട്ട ധൈര്യം ഉള്ള കുറേ ആൾക്കാരാണ് ഇന്ന് നമ്മൾ കാണുന്ന മില്യണേഴ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ റിസ്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് ആണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് എടുക്കണം. ഇനി നമ്മുടെ മുന്നിൽ ഓപ്ഷൻസേ ഇല്ല. ഒരു ബേണിംഗ് ഡിസയർ എന്ന് പറയും. ബേണിംഗ് ഡിസയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തണം, എനിക്കിത് വേറെ ഓപ്ഷൻ ഇല്ല, ഇതെൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ബേണിംഗ് ഡിസയറിലോനെ സംബന്ധിച്ചിടത്തോളം എക്സ്ക്യൂസ് ഒക്കെ അതിൽ കരിഞ്ഞു പോകും. എൻ്റെ ആ ബേണിംഗ് ഡിസയറിൽ കരിഞ്ഞു പോകണം. ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ വരുന്ന എക്സ്ക്യൂസസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഇത് എക്സ്ക്യൂസ് അല്ലേ, അല്ലെങ്കിൽ ഇത് റിയൽ റീസൺ ആണോ, ഇത് എക്സ്ക്യൂസ് ആണോ റിയൽ റീസൺ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രി ലീഡർഷിപ്പിലേക്ക് പോകേണ്ട ആളുകളാണ്.